നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഓട്ടോ റിഫ്രാക്റ്റോമീറ്റർ റീഡിങ്ങിലെ പവർ വേരിയേഷൻസ് ആണ് മെയിൻലി നോക്കുന്നത്. അപ്പോൾ ഇതിനകത്തിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേഷ്യൻ്റെ റൈറ്റ് ഐയുടെ റിഫ്രാക്റ്റീവ് പവർ കാണാം, പേഷ്യൻ്റെ ലെഫ്റ്റ് ഐയുടെ റിഫ്രാക്റ്റീവ് പവർ കാണാം, കെ റീഡിങ് കാണാം, റൈറ്റ് ഐ, ലെഫ്റ്റ് ഐ, കെ റീഡിങ് പവേഴ്സും നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഈ കെ റീഡിങ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് R1 R2 കാണുന്നുണ്ട്. ഈ R1 R2 തന്നെ നമുക്ക് ഇതേപോലെ 43.25 R1 ആൻഡ് 45.75 R2 കാണുന്നുണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്കിവിടെ സിലിണ്ടറിക്കൽ പവറായിട്ട് 2.5 സിലിണ്ടർ വന്നിരിക്കുന്നത്. പക്ഷേ ആ സമയം നമ്മൾ ഇതേപോലെ ടോട്ടൽ റിഫ്രാക്റ്റീവ് പവർ നോക്കുകയാണെങ്കിൽ ഇവിടെ 3.25 ആണ് സിലിണ്ടർ വരുന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3.25 സിലിണ്ടറും താഴെ 2.5 സിലിണ്ടറുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലൊരു 0.75 സിലിണ്ടർ ഡിഫറൻസ് മെയിൻലി വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് മെയിൻലി ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കോർണിയ എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഐ എടുക്കുന്ന സമയത്ത് ഇതേപോലെ കോർണിയയിൽ ഇതേപോലെ ഒരു അസ്റ്റിഗ്മാറ്റിസം വരുന്നുണ്ട്. അതേപോലെ തന്നെ ലെൻസ് ഒരു 3 ഡയമെൻഷണൽ ഷേപ്പ് ആയിരിക്കുന്നതുകൊണ്ട് അവിടെയും ഇതേപോലെ ചെറുതായിട്ടൊരു അസ്റ്റിഗ്മാറ്റിസം വരുന്നുണ്ട്. ഇപ്പോൾ കോർണിയയുടെ അസ്റ്റിഗ്മാറ്റിസം പ്ലസ് നമ്മൾ ആ ലെൻസിലുള്ള അസ്റ്റിഗ്മാറ്റിസം ചേരുമ്പോഴാണ് നമുക്ക് ടോട്ടൽ റിഫ്രാക്റ്റീവ് പവറായിട്ട് നമുക്കിവിടെ മെയിൻലി കാണുന്നത്. അപ്പോൾ അതാണ് നമുക്കിവിടെ 3.25 വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2.50 പ്ലസ് 0.75 എന്ന് പറയുന്നത് നമ്മുടെ ലെൻസിലുള്ള ആ ഒരു ആസ്റ്റിഗ്മാറ്റിസാണ് 0.75. അപ്പോൾ 2.50 പ്ലസ് 0.75 ആണ് നമുക്കിവിടെ മെയിൻലി 3.25 ആയിട്ട് നമുക്കിവിടെ ടോട്ടൽ റിഫ്രാക്റ്റീവ് ആസ്റ്റിഗ്മാറ്റിസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കോർണിയൽ ആസ്റ്റിഗ്മാറ്റിസം പ്ലസ് ലെൻഡിക്കുലർ ആസ്റ്റിഗ്മാറ്റിസം ആണ് ടോട്ടൽ റിഫ്രാക്റ്റീവ് ആസ്റ്റിഗ്മാറ്റിസമായിട്ട് മെയിൻലി വന്നിരിക്കുന്നത്.